ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചെറിയൊരു മോട്ടിവേഷണൽ ടോക്കാണ്. ചിലവർക്ക് മോട്ടിവേഷൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, മോട്ടിവേഷൻ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലവർക്ക് മോട്ടിവേഷൻ ഇഷ്ടമായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇനിഷ്യൽ പുള്ളിങ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ടോക്ക് തന്നെ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ചെറിയൊരു വേർഡ് ആരെങ്കിലും പറഞ്ഞാൽ മതിയായിരിക്കും ഒരു ഇനിഷ്യൽ പുള്ളിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ടോക്ക് എടുക്കുന്നത്. സ്ഥിരമായിട്ട് മോട്ടിവേഷൻ കേട്ടിട്ട് ഒരു ഗുണവുമില്ല, എന്തിനാ കേൾക്കുന്നത്, ഇതൊക്കെ വെറും ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. മോട്ടിവേഷൻ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ്, അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഇനിഷ്യൽ പുള്ളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു മോട്ടിവേഷൻ കിട്ടി, അയാൾക്ക് ഒരു ചെറിയ എനർജി കിട്ടും. ആ എനർജിന്ന് അയാളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നത്. പക്ഷെ ചിലവരുണ്ട് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ കേട്ടാല് ഞാനിപ്പോ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആവും ഇൻ ദ സെൻസ്, അതായത് ഞാൻ ജോലിയൊന്നും ചെയ്യണ്ട, ഇത് വെറുതെ കേട്ടിരുന്നിട്ട് അവര് പറയുന്ന കുറച്ച് എക്സർസൈസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി, ഇൻകം സോഴ്സിന് വേണ്ടിയിട്ട് ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഇങ്ങനെ വെറുതെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും തെറ്റായ ചിന്തയാണ്. ഇപ്പം പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി എന്നാണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നിങ്ങൾ മോട്ടിവേഷനിൽ കേൾക്കുന്ന പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ കൂടി ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ടാലി ആവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ബുക്ക് വായിച്ചിട്ടോ ചില പ്രാക്ടീസുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടോ, പ്രാക്ടീസ് ഇൻ ദ സെൻസ് ചിലവര് ബ്രീത്തിങ് എക്സർസൈസ്, മെഡിറ്റേഷൻ, അഫർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ അധ്വാനിക്കുകയും കൂടെ വേണം, എന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ വേയിൽ നടക്കുകയുള്ളൂ. എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു 10-20 വയസ്സുള്ള ഒരാള് ആദ്യമായിട്ട് ലൈഫിൽ ഒരു പ്രശ്നം വന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടെന്നിരിക്കട്ടെ. ആ മോട്ടിവേഷൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ പറ്റിയാണ്. അതായത് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അത് കേട്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പോ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഒരു 10-20 വർഷം നെഗറ്റീവ് തോട്ട്സിൽ കൂടെ, ഫുള്ളായിട്ട് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയില്ല, മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസും തോട്ട്സും ആയിരിക്കും. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ കൂടുതലായിട്ട് നിങ്ങളുടെ തോട്ട്സിന് നെഗറ്റിവിറ്റി ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു 70% നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടു നടക്കുന്ന ആൾക്കാര് ഒരു സുപ്രഭാതത്തില് ഒരു വീഡിയോ കണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളുടെ തോട്ട്സ് ടക്കരെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതൊരു ഫാക്റ്റാണ്, അത് ആദ്യമേ ഉൾക്കൊള്ളണം. അല്ലാതെ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മുടെ ജീവിതം മാറി മറിയാൻ പോകുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസസിൽ പെടുന്ന കാര്യങ്ങൾ. മെഡിറ്റേഷൻ, അഫർമേഷൻ, ബുക്ക് റീഡിങ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട്, അതായത് ഒരു 10-20 വർഷം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത നെഗറ്റിവിറ്റിയുടെ പെർസെന്റേജ് 70% ആണ്. എങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് വളരെ പതുക്കെ പറ്റുള്ളൂ, പെട്ടെന്നൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പൊ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നമുക്ക് പേഷ്യൻസ് വളരെ മസ്റ്റാണ്. കൂടുതലും ഇന്നത്തെ ആൾക്കാര് ചിട്ടയായ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല. ഇപ്പൊ ഇൻക്ലൂഡിങ് മീ, എനിക്കും അങ്ങനെ ചിട്ടയായ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേസി ആവും, വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ അല്ല പറയുന്നത്. അതായത് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അവര് പക്ഷെ ഇങ്ങനെ വിചാരിക്കുന്നതല്ലാതെ അവരുടെ ലൈഫിലൊന്നും നടക്കുന്നില്ല. അഥവാ നടന്നാൽ തന്നെ 2-3 ദിവസത്തേക്കുള്ളത് പോവില്ല. അതായത് ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവരിപ്പൊ തന്നെ ഒരു ഉത്സാഹത്തോടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം കഷ്ടപ്പെട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. പിന്നെ പിറ്റേ ദിവസം ഒരു 5:30 ആകുമ്പോൾ കഷ്ടപ്പെട്ട് എണീക്കും. പിന്നെ അതൊരു 6 മണിയാവും. അങ്ങനെ ഇതൊരു കറക്റ്റ്
ചിട്ടയിൽ പോവുക എന്നുള്ളത് അവരെ കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല. പറ്റുന്ന കാര്യമല്ല എന്നുള്ളതല്ല, അവരുടെ മൈൻഡ് സെറ്റ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യമേ നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനെ തന്നെ ആദ്യമേ അത് പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് എനിക്കിത് ചെയ്യണം. പെട്ടെന്നൊന്നും മൈൻഡ് കേൾക്കില്ല. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് കേൾക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലേസിയായി പോകുന്നത്. അപ്പൊ നമ്മൾ മൈൻഡിനെ അനുസരിപ്പിക്കുക എന്നുള്ളതല്ല, മൈൻഡ് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരുമ്പോൾ, നെഗറ്റീവ് തോട്ട്സ് ഇൻ ദ സെൻസ് നമ്മുടെ ചിട്ട പ്രോപ്പർ ആകാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇപ്പൊ നമുക്ക് ദാഹിക്കുമ്പം വെള്ളം കുടിക്കണം. വെള്ളം തൊട്ടപ്പുറത്തെ മേശയിൽ ഇരിപ്പുണ്ട്, പക്ഷെ അത് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാര്യം എന്താ? മടി. ഇവിടുന്ന് എണീക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്തോ വിചാരിക്കും, നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇപ്പൊ കുറച്ചല്ലേ ദാഹിക്കുന്നുള്ളൂ, കുറച്ചുകൂടെ കഴിയട്ടെ, തൊണ്ടയൊക്കെ വറ്റി വരണ്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ വെള്ളം കുടിക്കാം എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? അത് കേൾക്കും. വെള്ളം കുടിക്കാതിരുന്നുള്ള ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും മടി കാരണം വെള്ളമേ കുടിക്കില്ല. ആ വെള്ളം അവിടെ തന്നെ ഇരിക്കും. ആരെങ്കിലും വന്നാലും ഒന്ന് എടുത്തു തന്ന് കിട്ടിയാൽ നമ്മൾ കുടിക്കും. പക്ഷെ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൈൻഡിനോട് അങ്ങോട്ട് പറയണം, ഇല്ല എനിക്കിപ്പോ വെള്ളം കുടിക്കണം, ഞാനിപ്പോ എണീക്കും, ഞാനിപ്പോ പോയി കുടിക്കും എന്ന് പറയണം. മൈൻഡ് പറയുന്ന ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും നമ്മള് ചെയ്യരുത്, നമ്മൾ ഒബേ ചെയ്യരുത്. വെള്ളം കുടിക്കാൻ തോന്നുവാണെങ്കിൽ, ഇപ്പൊ മടിയാണെങ്കിൽ കൂടി, അങ്ങനെയാണ് മടി നമ്മൾ ഓവർകം ചെയ്യുന്നത്. മടിയാണെങ്കിൽ കൂടി വെള്ളം കുടിക്കാൻ തോന്നുവാണെങ്കിൽ അവിടുന്ന് അപ്പൊ തന്നെ വിത്തിൻ സെക്കൻഡ്സ്, അതായത് 1 2 3 സ്റ്റാർട്ട് പറയാ, അപ്പൊ തന്നെ പോയി അപ്പുറത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുക. ഇതൊരു ടാസ്ക് ആയിട്ട് തന്നെ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാം. കാരണം ഇതൊരു ഗെയിം പോലെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും അപ്പുറത്ത് പോവാ, ഇപ്പൊ പോവാം, അതായത് ഇന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോവാന്ന് തോന്നിയാൽ മിക്കവരും അത് അറ്റപ്പറ്റ വരെ പിടിച്ചു നിർത്തും. എന്നിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഓടിപ്പോവും. അപ്പൊ അങ്ങനെ തോന്നുവാണെങ്കിൽ ടക്കനെ അപ്പൊ തന്നെ എണീച്ച് അപ്പൊ തന്നെ പോവുക. അതായത് നമ്മുടെ മൈൻഡ് എണീക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പറയില്ല, ഞാൻ എണീക്കും, അപ്പൊ തന്നെ എണീറ്റങ്ങ് പോവുക. ഈ പ്രാക്ടീസ് ഒന്ന് റെഗുലർ ആയിട്ട് ചെയ്ത് നോക്കിയാൽ മടി എനിക്ക് തോന്നുന്നു ഒരു 20 to 30% എങ്കിലും മാറ്റാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മടി മാറ്റിയ നമുക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലൈഫിൽ ചിട്ടകൾ വരും. ചിട്ടകൾ വന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മളൊരു 60% വിജയിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ചിട്ട ഫോളോ ചെയ്ത ഒരാൾക്കും ലൈഫിൽ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഫെയിലിയേഴ്സ് ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ വെറുതെ ഒരാളുടെ മോട്ടിവേഷണൽ വീഡിയോയോ അത് കണ്ടിട്ട് എന്താ ലൈഫ് സെറ്റ് ആവാത്തത്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് 1 or 2 ദിവസം ചിട്ടയില്ലാത്ത ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ അത് സെറ്റ് ആവാത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൂടി ഏകോപിപ്പിച്ച് നമ്മുടെ ലൈഫിൽ ഒരു ചിട്ടയുണ്ടാക്കാം എന്നതിനെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എന്റെ ഈ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.